ഡൽഹി ജന്തർ മന്ദറിൽ കഴിഞ്ഞയാഴ്ച നടന്ന പ്രതിഷേധത്തിനിടെയുണ്ടായ ആക്രമണ സംഭവങ്ങളിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. മുഖം തിരിച്ചറിയൽ സാങ്കേതിക വിദ്യ അഥവാ ഫേഷ്യൽ റെക്കഗ്നിക്കൽ സിസ്റ്റം ഉപയോഗിച്ച് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഡൽഹി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിഷേധത്തിൽ പങ്കെടുത്ത 2873 പേർക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ളതായി കണ്ടെത്തി. ഇതിൽ 989 പേർ കൊലപാതകം, ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, കവർച്ച, പോക്സോ തുടങ്ങിയ ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണെന്ന് ഉന്നത പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. ജൂലൈ 20, 22 തീയതികളിൽ കനത്ത സുരക്ഷയുള്ള മധ്യ ഡൽഹിയിൽ നടന്ന ഈ പ്രതിഷേധം വലിയ സംഘർഷത്തിലാണ് കലാശിച്ചത്. ആക്രമണത്തിന് നൂറുകണക്കിന് ജിഗാബൈറ്റ് CCTV ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിച്ചത്. പോലീസ് വൃത്തങ്ങൾ പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം കുറ്റവാളികളിൽ പലരും സ്ഥിരം കേസുകളിൽ ഉൾപ്പെട്ടവരാണ്. കൊലപാതക കേസിൽ ഉൾപ്പെട്ട 101 പേർ, വധശ്രമത്തിൽ 62 പേർ, കവർച്ചയിൽ 284, ബലാത്സംഗ കേസിൽ 61, പോക്സോ നിയമപ്രകാരം 6, ലൈംഗിക അതിക്രമത്തിന് 25, ആയുധ നിയമപ്രകാരം 229, തട്ടിക്കൊണ്ടുപോകൽ കേസിൽ 19 എന്നിങ്ങനെയാണ് അക്രമികളുടെ ക്രിമിനൽ പശ്ചാത്തലം. ഇതിൽ തന്നെ കൊലപാതക കേസിലെ 101 പ്രതികളിൽ 42 പേർക്ക് ഒന്നിലധികം കേസുകളും 12 പേർക്ക് 10-ലധികം കേസുകളുമുണ്ട്. ബലാത്സംഗ കേസിലെ പ്രതികളായ 8 പേർക്കും ഒന്നിലധികം കേസുകളുള്ളതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബാരിക്കേഡുകൾ തകർക്കുക, പോലീസിന് നേരെ കല്ലെറിയുക, പെപ്പർ സ്പ്രേ ഉപയോഗിക്കുക, വാഹനങ്ങൾ അടിച്ചു തകർക്കുക തുടങ്ങി വ്യാപകമായ ആക്രമണമാണ് 100ഓളം CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുള്ളത്. സംസദ് മാർഗിലും ജന്തർ മന്ദറിലുമായി അക്രമികൾ പോലീസ് വാഹനങ്ങൾ തകർക്കാനും തീയിടാനും ശ്രമിച്ചു. ഡൽഹി പോലീസിലെ 200ഓളം ഉദ്യോഗസ്ഥർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. ചോരയൊലിക്കുന്ന യൂണിഫോമുമായി നിൽക്കുന്ന പോലീസുകാരുടെയും പരിക്കേറ്റ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ സഹപ്രവർത്തകർ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റുന്നതിനെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ജൂലൈ 22-ന് പോലീസ് ഉദ്യോഗസ്ഥരായ നന്ദകിഷോർ, വിവേക് ഭഗത് എന്നിവർക്ക് നേരെയും ആൾക്കൂട്ട ആക്രമണമുണ്ടായി. കൂടാതെ പ്രധാനമന്ത്രിക്കും പാർലമെന്റിനും പോലീസിനുമെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയവരുടെയും ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് സൂചന. അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിനെ തുടർന്ന് CJP ശനിയാഴ്ച തങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിച്ചു. ജന്തർ മന്ദർ മാർച്ചുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം രജിസ്റ്റർ ചെയ്ത FIR-കൾ പിൻവലിക്കാൻ സർക്കാർ സമ്മതിച്ചതായും പാർട്ടി നേതൃത്വം അവകാശപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.